ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ടെസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളി കഴിയണമല്ലോ, എന്നിട്ട് വേണ്ട മെയിലേക്ക് കയറാൻ. മെയിലും കിട്ടി. പിന്നെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിൽ അദ്ദേഹം സ്കെൽറ്റാണ്. എപ്പോൾ പോയാലും കാണാം. പാലക്കാട് എപ്പോഴും അദ്ദേഹം തന്നെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു കഥ കേൾക്കുമ്പോൾ. മെലിഞ്ഞൊരു പയ്യനെ പോലെ നമുക്ക് തോന്നും, ഒരു പയ്യൻ അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെ ഞാൻ ഫിസിക്കൽ ടെസ്റ്റിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പൊട്ടിപ്പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അതും വലിയ റാങ്കോട് കൂടിയിട്ട് ഞാൻ പാസ്സായിട്ട് കളക്ടറായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പിതാവിനെ ഒന്ന് വിളിക്കണം. എനിക്ക് മൊബൈലിൽ ഒന്ന് വിളിക്കണം. അത് പറഞ്ഞു കണ്ട് അദ്ദേഹം കണ്ണിൽ വെള്ളം നടക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ സ്വന്തമായി മൊബൈലില്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കഥയിൽ പറയുന്നു, അല്ലാതെ ഏതോ കാലത്തെ കഥയാണ്. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു മൊബൈലില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരന്റെ മൊബൈൽ കടം വാങ്ങിയാണ് ഞാൻ എൻ്റെ പിതാവിന് എൻ്റെ IAS കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നു. IAS കാരനായി എന്ന് അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്ന് കേട്ടപ്പോ എൻ്റെ അച്ഛൻ ഉറക്കെ കരഞ്ഞു. സന്തോഷം കൂടിയാൽ ചില പറ്റാത്ത വരാറുണ്ട്. എൻ്റെ പിതാവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്കൊരു ഭയം. ഞാൻ അങ്ങനെ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് രാജസ്ഥാനിൽ തന്നെ എത്തി. എൻ്റെ വീട്ടിലെത്തി. എൻ്റെ അച്ഛൻ ആ വരവ് കണ്ട് മുറ്റത്തേക്ക് ഓടി വന്നതും എന്നെ നെഞ്ചോട് ചേർത്തതും എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാൻ. ആ രംഗത്തിന് ഞാൻ സാക്ഷിയായതുകൊണ്ടാണ് എനിക്കൊരു സങ്കടമില്ല. ഞാൻ പറയുന്നത്, ഒരു അച്ഛന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം, ഒരു മകന്റെ അങ്ങേയറ്റത്തെ അധ്വാനം, ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് സത്യത്തിൽ ഈ കുട്ടി ഇന്ന് കലക്ടറായിട്ട് നമ്മുടെ പാലക്കാട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സമ്പന്നരായ കുട്ടികൾക്ക് ഒരു പക്ഷേ ഇത്രമാത്രം ആഗ്രഹം ഉണ്ടാകണമെന്നില്ല. കാരണം അവർ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കുട്ടികളോടെ പ്രാക്ടീസ് ചെയ്യുന്നു, കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ കാര്യക്കാർക്കും കിട്ടാറില്ല. ആ കിട്ടുന്ന ഒരു മാസത്തിൽ അങ്ങനെ ഇഷ്ടംപോലെ ചെലവഴിക്കാറ്. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ലായിരുന്നു. ഞാൻ അടുത്ത് സൂചിപ്പിക്കാറുണ്ട്, പത്രത്തിന്റെ ഒരു പരിപാടി വന്നപ്പോ, മാധ്യമം പത്രത്തിന്റെ പരിപാടിയാണ്, മലപ്പുറം ജില്ലയിലെ മുഴുവൻ A+കാരെ ആദരിക്കുന്ന പരിപാടിയാണ്. അങ്ങേയറ്റം ആദരിക്കുന്ന പരിപാടി. A+കാർക്ക് അവാർഡ് പത്രക്കാരുടെ വക. ഏകദേശം 1800-2000 A+കാർ നിരന്നിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചല്ലോ, ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ 3000 രൂപ തരാമെന്ന്. A+കാരോട് എന്റെ ചോദ്യം. കാരണം 3000 രൂപ ഞാൻ പറയുന്നത് ഒരിക്കലും അവർ പറയില്ല എന്ന ഉറപ്പുണ്ടാണ്. അതുകൊണ്ടല്ലേ 3000 പറഞ്ഞു, 300 പറയും. 3000 രൂപ തരാന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഉറപ്പാണ് ഇവർക്ക് ആർക്കും എനിക്ക് അറിയില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു മഞ്ഞ ചുരിദാറിട്ട് ഒരു ഹൈന്ദവ പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അതിനിങ്ങനെ ആൻസർ പറഞ്ഞു തുടങ്ങി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ആൻസർ പറയാൻ തുടങ്ങി. പക്ഷെ ആൻസർ കാണാപ്പാടം പറയേണ്ട ആൻസർ അല്ല, നല്ല ലോജിക് ഉപയോഗിക്കുന്നത് ആൻസർ കിട്ടുന്നത്. അതോടെ പറഞ്ഞു തുടങ്ങിയാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു പറയില്ല നമ്മൾ. ഞാൻ അത്രയ്ക്ക് ലോജിക് ഉപയോഗിക്കും. പക്ഷെ കുട്ടി ലോജിക് ഉപയോഗിച്ചു. ഇടയ്ക്ക് വെച്ച് ഞാൻ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ സമയം കഴിഞ്ഞു ഇന്ന്. ആ കുട്ടി പറഞ്ഞു, സാർ 1 മിനിറ്റ് കൂടി, 1/2 മിനിറ്റ് കൂടി. ഇങ്ങനെ കെഞ്ചിയാണ്. ചുരുക്കത്തിൽ ആ കുട്ടിയുടെ വ്യഗ്രതയും ഒക്കെ കണ്ടപ്പോൾ കാഴ്ചയിൽ ഒരു സമ്പന്നന്റെ കുട്ടിയെന്ന് തോന്നിപ്പോകും. എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ സമ്മതിച്ചു. ചുരുക്കി പറഞ്ഞ കുട്ടി കുറച്ച് കഴിഞ്ഞ് ആൻസർ പറയും. എനിക്കൊരു അത്ഭുതം തോന്നി, അതോടൊപ്പം ഒരു സങ്കടം തോന്നി. അതുകൊണ്ട് അത്ഭുതം, ആൻസർ പറഞ്ഞതിലുള്ള അത്ഭുതം, എന്റെ പൈസ പോയതിനുള്ള സങ്കടം. ആ കുട്ടിയുടെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. പത്രക്കാരെ കൊണ്ട് ഞാനത് കൊടുപ്പിച്ചു 3000 രൂപ. അത് വാങ്ങിക്കുന്ന സമയം പത്രക്കാരെ കൊണ്ട് എന്ന് പറയുമ്പോൾ വിചാരിക്കേണ്ട പത്രക്കാരെ കൊടുത്തത് അവരെ കൊണ്ട് കൊടുപ്പിച്ചു എന്നേ ഉള്ളൂ, പൈസ തന്നെ. അപ്പൊ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സംശയം. ഞാൻ സൈക്കോളജിസ്റ്റാണ്, അതിനൊരു കുഴപ്പമുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മെല്ലെ ആ കുട്ടി അതിങ്ങനെ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ കരയുന്നു, വിറക്കുന്നുണ്ട്, കരയുന്നു. സ്വാഭാവികമായിട്ടും ഒരു 3000 രൂപ കിട്ടുമ്പോൾ ഒന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ കുട്ടിയെ ഒന്ന് വാച്ച് ചെയ്തു. ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പത്രക്കാരോട് പറഞ്ഞു, മുസ്തഫയോട് പറഞ്ഞു, അതിന്റെ ചീഫ് ആയിട്ടുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ പരിപാടി കഴിഞ്ഞാൽ ഒളിപ്പിക്കണം. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ ആ കുട്ടി വന്നു, അതിന്റെ അമ്മയുടെ കൂടെ. ആ സമയത്ത് കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാ 3000 രൂപ തന്നപ്പോ, സമ്മാനം തന്നപ്പോ കരഞ്ഞത്? ഒരു സ്വാഭാവിക കരച്ചിലല്ലോ. അല്ല, കുട്ടി കൈ ഇങ്ങനെ കൂട്ടി. എന്നിട്ട് പറഞ്ഞു, സാർ എന്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്റെ അച്ഛൻ കഴിഞ്ഞ മാസത്തിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പില്ല. ചികിത്സയ്ക്ക് ഒരുപാട് ചെലവായി.
ഒരുപാട് കടങ്ങളുണ്ട്. ഇപ്പൊ മരുന്നിന് പോലും പൈസയില്ല. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനെങ്കിലും നിങ്ങളുടെ 3000 രൂപ തികയുമല്ലോ എന്ന ധാരണയിലാണ് ഞാൻ ഇത്ര സാഹസപ്പെട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിയുടെ മനസ്സിൽ ആൻസർ പറയുമ്പോഴൊക്കെയും ആൻസറിനെ തേടിയുള്ള ഒരു ലോജിക്കായിരുന്നില്ല ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മനസ്സിന്റെ മുകുരങ്ങളിൽ എവിടെയോ, ആ കുട്ടിയുടെ മൂർധന്യതയിൽ എവിടെയോ അച്ഛന്റെ വിലാപമാണ്. മോളെ പൈസയില്ല, മരുന്നിന് പോലും പൈസയില്ല എന്ന അച്ഛന്റെ ഒരു വിതുമ്പലാണ് സത്യത്തിൽ ആ കുട്ടിയെ കൊണ്ട് ആൻസർ പറയിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കാർക്കും ഒരു ധാരണ ഉണ്ടാകരുത്, പൈസക്കാരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് സാഹചര്യമുള്ളവർക്ക് മാത്രമേ പഠിച്ചു പോകാൻ പറ്റൂ എന്നൊരു ധാരണ നമ്മൾ ആരും തിരഞ്ഞെടുക്കും. നേരെ മറിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉയർന്നു വരാൻ പറ്റുക എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. APJ അബ്ദുൽ കലാം അദ്ദേഹം കുട്ടിക്കാലത്ത്, അദ്ദേഹത്തിന്റെ കഥ പറയാതെ പോകാൻ കഴിയില്ലല്ലോ നമുക്ക് ഇന്ത്യക്കാർക്ക്. കുട്ടിക്കാലഘട്ടത്തിൽ ഓരോ സ്കൂളിലേക്കും യൂണിഫോം ഇട്ട് പോകുന്ന കുട്ടികളെ കണ്ട് പേപ്പർ വിട്ട് നടന്നിരുന്ന കലാം അന്ന് ദുഃഖിച്ചിരുന്നു. തനിക്ക് ഉടുപ്പ് വാങ്ങാൻ, തനിക്ക് യൂണിഫോം വാങ്ങാൻ. അതുകൊണ്ട് അദ്ദേഹം അവസാനം വരെ അത് കാത്തു സൂക്ഷിച്ചിരുന്നു. APJ അബ്ദുൽ കലാം പിന്നീട് ടെക്നിക്കൽ സയന്റിസ്റ്റായി, പ്രസിഡന്റായി, ഇന്ത്യയിൽ അറിയപ്പെടുന്ന എക്കാലത്തെയും വലിയ പ്രതിഭയായി. ഇതൊക്കെയായിട്ടും മരിക്കുന്ന ദിവസം അദ്ദേഹത്തിന് 4 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഗ്രേ കളറിൽ മാത്രമുള്ള 4 കോട്ടും 4 പാന്റും. ആയിരക്കണക്കിന് കോട്ടും പാന്റും ഉണ്ടായിരുന്നില്ല പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യന്. കാരണം അദ്ദേഹം കുട്ടിക്കാലം മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും, ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. 3 തവണ അദ്ദേഹത്തോട് ഇങ്ങനെ ചെറുതായിട്ട് സംസാരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യലാണ് പണി, പിൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരലാണ് പണി. അതാണ് നമുക്കൊക്കെയും പണി. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ പഠിച്ചേ പോകും. ഫ്രണ്ട് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചിനെ മാത്രമല്ല പറഞ്ഞത് കേട്ടോ, മുന്നിലുള്ള കുട്ടികൾ. അവസാനം മുമ്പിലുള്ള കുട്ടികൾ എന്താണെന്നറിയോ? ഞങ്ങളെ പോലുള്ള അധ്യാപകരായ സുഹൃത്തുക്കൾക്ക് വലിയ സങ്കടം തോന്നല്, ഇവര് A+ ഒക്കെ എടുത്ത് പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമ്മളെ കണ്ടുമുട്ടിയാൽ തന്നെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇറ്റ്സ് മൈ ഓൺ കപ്പാസിറ്റി, മൈ ഓൺ കേപ്പബിലിറ്റി, ഇത് എന്റെ സ്വന്തം കഴിവാണ് എന്ന് അവരാണ് വിശ്വസിക്കുന്നത്. SSLCക്ക് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴൊക്കെ വലിയ ആദരയി. പിന്നെ അവരെ കണ്ട് വലിയ ആൾക്കാരായാലും പിന്നെ മൈൻഡ് ചെയ്യും. കാരണം അവരെക്കാളും ഒരു പക്ഷേ താഴെയായിരിക്കും അധ്യാപകർ. എന്നാൽ ബാക്ക് ബെഞ്ചിൽ നിന്ന് പഠിച്ചു വന്നിട്ട് കളക്ടർ വരെയായിട്ടുള്ള ആളുകൾ, ഈ ഡോക്ടറേക്കാളൊക്കെ എത്രയോ മുകളിലുള്ള കളക്ടറായാലും അധ്യാപകൻ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് കളക്ടർ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, സാറ് വിളിപ്പിക്കാറുണ്ട്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കളക്ടറായത് ബാക്ക് ബെഞ്ചിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിൻബെഞ്ചിലാകട്ടെ, നമ്മൾ സാമ്പത്തികപരമായി താഴെയാകട്ടെ, പഠിത്തത്തിൽ ബാക്കോട്ട് പോകുമെന്ന് ഒരിക്കലും നമ്മൾ ധരിക്കരുത്. ആ ഒരു ചിന്തയെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പഠിത്തത്തിൽ നമ്മൾ ബാക്കിലാകില്ല, ലോകതലത്തിൽ നമ്മൾ മുമ്പോട്ട് പോകില്ല എന്ന ഒരു ചിന്ത തന്നെയാണ് എല്ലാ രക്ഷിതാക്കളുടെയും, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, പാപ്പമാർക്ക്, ഉമ്മമാർക്കൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇതിന് എന്താ വഴി? ഇങ്ങനെ ഉയർന്നു പോകാൻ എന്താ വഴി? കാഴ്ചപ്പാടിനെ വർദ്ധിപ്പിക്കണം. കാഴ്ചപ്പാട്. ഏത് ലോ ഗ്രേഡിലുള്ള കുട്ടികളും ഉയർന്നു പോകും സാഹചര്യം ചിന്തിക്കാൻ. സാഹചര്യമാണ് പ്രധാനം. അതിൽ രക്ഷിതാക്കളോട് കൂടി 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്നേഹിക്കാറുണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാറില്ല. ഉമ്മമാരുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികളെന്നും അടിച്ചു വരാനുള്ളവരും ചായ കാച്ചാനുള്ളവരും ആരാന്റെ കുടിക്ക് പോകാനുള്ളവരും. നമ്മളെ പ്രയോഗം അങ്ങനെയാണ്. നല്ലോണം പഠിച്ചോ, ആ കൂട്ടത്തിൽ പറയും നല്ലോണം അടിച്ചോ, ഏത് അടിച്ചൂല. എന്തിന്? ആരാന്റെ കുടി പോകാനുള്ളതാണ്. ചുരുക്കി പറഞ്ഞ കെട്ടിക്കാരാകുമ്പോഴേക്ക് ആരാന്റെ കുടി ഒരു 100 വട്ടം കേട്ടിട്ട് വിവാഹം നിശ്ചയിക്കാൻ പോകുമ്പോ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി വരിക, ഏതോ ഒരു അമ്മായിമ്മ എന്ന പിശാചിന്റെ അടുക്കിലേക്ക് ഞാൻ പോകാനിരിക്കുന്നു, ഏതോ ഒരു ഭർത്താവ് എന്ന ക്രൗര്യമുഖമുള്ളവന്റെ അടുക്കലേക്ക് ഞാൻ പോകാനിരിക്കുന്നു. ഇങ്ങനെ എത്ര കുട്ടികളായി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്? അഡീക്കസിയാൻ ചെറുപ്പം മുതലേ കേട്ടത്. ഇങ്ങനെ അടിച്ചാൽ പോരാ, നല്ലോണം ഉഷാറാക്കണം. അതെങ്ങനെയാ? അമ്മായിമാർക്ക് വേണ്ടി. പ്ലേറ്റ് ഇങ്ങനെ കഴിക്കാൻ പോരാ, അതെന്ത്? അമ്മായിമാർക്ക് വേണ്ടി ഉഷാറായിട്ട് കേട്ടത്. എന്തിനാ ഈ അമ്മ എന്നെങ്കിലും വരുന്ന അമ്മായിമാനെ നിങ്ങൾ 11ാം വയസ്സിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്തിനാ? ഇങ്ങനെ ചുരുക്കി പറഞ്ഞ പെൺകുട്ടികളുടെ ഭീതിയിലാണ്. പിന്നെ ഈ പെൺകുട്ടികളോട് ചോദിച്ചാൽ ഉമ്മമാര് നിങ്ങൾക്ക് ഉമ്മ തന്നിട്ട് എത്ര കാലമായിട്ടുണ്ടെന്ന് ചോദിച്ചാല് പല കുട്ടികൾക്കും പറയാറുള്ളത് ഉമ്മ തന്നതേനാണ് എനിക്ക് ഓർമ്മയില്ല. ഇതങ്ങനെ തന്നെയല്ലേ?
പെൺകുട്ടികളാണ് അതിൽ കുറച്ച്. പിന്നെ ആൺകുട്ടികൾ പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. 10-13 വയസ്സായ ഫ്രണ്ട് സർക്കിളിലേക്ക് ഒരൊറ്റ പോക്കാണ്. ആ ഫ്രണ്ട് സർക്കിളിലേക്ക് പോയി അവസാനം ആ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അപ്പൊ പിന്നെ ഉമ്മാനും വേണ്ട പാനും വേണ്ട ആ കോലത്തിലേക്ക് ഉണ്ടാവും. പെൺകുട്ടികൾ ഇവിടെ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ഒരു ദാരുണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആളില്ല. സ്നേഹിക്കാൻ ആളില്ലാത്തതല്ല, സ്നേഹിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാല് വഴിയോരത്തുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ. മാതാപിതാക്കളിൽ നിന്ന് സ്നേഹിക്കാൻ ആളില്ല. കാരണം മാതാപിതാക്കളൊക്കെ തിരക്കിലാണ്, എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. എന്താ അമ്മാക്ക് തിരക്ക്? അമ്മ എന്ന് പറഞ്ഞ അടുക്കളോസിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. 24 മണിക്കൂറും അതിന്റെ ഉള്ളിലാണ്. എന്ന് വെച്ചാൽ ഞാൻ അതിനെ കളിയാക്കല്ല. എന്താണ് ഈ അടുക്കളയിൽ ഇത്രമാത്രം പണിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. കാരണം ഒരു കല്യാണം ഉണ്ടായാൽ അവിടെ 1500 ആൾക്കാർ. ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി പറയാൻ കേട്ടോ, അമ്മമാരെ നിങ്ങളോട് ദേഷ്യപ്പെടരുത്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാം. കാരണം ഒരു 1500-2000 ആൾക്കാർ കൂടുന്ന ഒരു വിവാഹ ചടങ്ങില് ആകെ 5 ആൾക്കാരെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരിക. ആണുങ്ങളല്ലെന്ന് വെറുതെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കല്യാണ വീട്ടിൽ പെണ്ണുങ്ങൾ ചോദിക്കണം. കാരണം അത് എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങളെ ഏൽപ്പിച്ചാൽ ഈ ഞായറാഴ്ചത്തെ കല്യാണത്തിന് അടുത്ത ഞായറാഴ്ച ചോദിക്കേണ്ടി വരും. കാരണം 4 ആൾക്കാർ വിരുന്ന് വരുന്ന കാരണം 4 ഭാഗത്ത് പോകുന്ന ആൾക്കാരാണ്. അടുക്കളയിൽ അങ്ങോട്ട്, അടുക്കളയിൽ ഇങ്ങോട്ട്, ആകെ 4 ആൾക്കാരെ വരുന്നുള്ളൂ. എന്നാൽ ഈ 5 ആൾക്കാർക്ക് ഒരു പണിയില്ല. എന്ത് ഇത്രയും ആൾക്കാർ വന്നിട്ട് 1500-2000 ആൾക്കാർ കല്യാണത്തിന് വന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ 25 ആൾ കൂടി ചോറത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സിസ്റ്റമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സമയം നമുക്ക് കിട്ടും. നിങ്ങൾ ഈ രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് അടുക്കളയിൽ ഇറങ്ങുക, എന്നിട്ട് 11 മണിക്ക് വേണ്ടി ഉഹുദും ബദറും കന്തമൊക്കെ കഴിഞ്ഞിട്ട് കയറാൻ. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാം 11 മണിക്ക്. എന്നിട്ട് നമ്മളെ പിന്നെ കുടുംബജീവിതം ഇല്ല, ഒരു ജീവിതം ഇല്ലാതെ ഇങ്ങനെ പോവാണ്. എന്തിനു ടിപ്പിക്കൽ ലൈഫ്? നമുക്ക് രക്ഷിതാക്കൾക്ക്, ഞാനൊരു രക്ഷിതാവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളുടെ ബേജാർ എന്തെന്ന് എനിക്കറിയാം, ദുഃഖം എന്തെന്ന് എനിക്കറിയാം. എനിക്കും നിങ്ങളെ പോലെ പ്രായമുള്ള മക്കളുണ്ട്. ഞാൻ പറഞ്ഞതിന് +2 തലത്തിലൊക്കെ ഇല്ല. ഞാനൊരു സ്ഥാപനം നടത്തുന്ന 1-2-3 സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്. 2000 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥാപനം നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുള്ള ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരു അധ്യാപകനാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ആകുന്ന ഒരു അധ്യാപകന്റെ ടെൻഷൻ എന്താണെന്ന് ഒരു അധ്യാപക സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്കറിയാം. പിന്നെയോ ഞാനൊരു വിദ്യാർത്ഥി കൂടിയാണ്. ഈ വർഷം എനിക്ക് പരീക്ഷ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും മൂപ്പരിങ്ങനെ കാര്യം വെച്ച് വലിയ ആൾക്കാർക്ക് ഇനിയും പരീക്ഷയോ? ഞാൻ ഈ കൊറോണ സമയത്ത് എഴുതിയൊരു പരീക്ഷ ലേണിംഗ് ലീഡേഴ്സ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ആർക്കെങ്കിലൊക്കെ PG ലെവലൊക്കെ അത് ചെയ്യാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ US-ന്റെ ഹാർവാർഡ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതിന്റെ കോഴ്സാണ് ലേണിംഗ് ലീഡേഴ്സ്. വീട്ടിലിരുന്ന് ചെയ്യാം. നിങ്ങളിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ഞങ്ങൾ ഇടങ്ങേറായി സാറേ പറഞ്ഞത് അല്ലെ, കുട്ടികൾക്കഥ പറഞ്ഞത് ഇടങ്ങേറായി ഓൺലൈൻ ക്ലാസ് കൊണ്ട്. നിങ്ങൾ മഹാബുദ്ധിസാണ്. മലപ്പുറം ജില്ലയിലെ ഭാഷ വെച്ചിട്ട് പറയാൻ കേട്ടോ, എടാ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എന്ത് ലാഭമായി. നിങ്ങൾ എന്താ അങ്ങനെ ആലോചിക്കാത്ത? നമുക്ക് കുറച്ചേരം ശ്രദ്ധിക്കണം, നല്ല വായിക്കാനുള്ള സമയമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട്. ലോകത്തിൽ എവിടെയും സ്കൂളിൽ പോയിട്ട് മാർക്ക് കൂടുതൽ വാങ്ങിയ ആൾക്കാരൊന്നും ഇല്ല. അതൊക്കെ തെറ്റായ ധാരണ. അവനാൻ തന്നെ സ്വന്തം പഠിക്കേണ്ടപ്പോ അതൊക്കെ ഏത് ഫിസിക്സിന്റെ സാർ എടുത്തുന്നാലും ഏത് കെമിസ്ട്രിയുടെ സാർ എടുത്തുന്നാലും മൂപ്പരുടെ നിശ്ചിതമാസത്തിന് വായു തത്വത്തിന് ഫലമായി എന്താന്ന് പറഞ്ഞിട്ടാണ് പോകും. ഇത് നമ്മൾ തന്നെ പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? നിങ്ങളെ പോലത്തെ പെൺകുട്ടികൾ 38 കോഴ്സ് ചെയ്തില്ലേ? പത്രത്തിൽ കണ്ടില്ല ഒരു പെൺകുട്ടിയെ. ആകെ കൊറോണ ഉണ്ടായത് 12 മാസം. 12 മാസത്തിന്റെ ഉള്ളിൽ 38 കോഴ്സ് ചെയ്തൊരു പെൺകുട്ടി, അതും ഇന്റർനാഷണൽ കോഴ്സസ്. ഒരു കോഴ്സ് കാംബ്രിഡ്ജിന്റെതാണ്. നമ്മൾ കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ദൂരല്ല. നിങ്ങൾക്ക് കാംബ്രിഡ്ജിന്റെ കോഴ്സ് വീട്ടിലിരുന്ന് ചെയ്യാം. അവരുടെ 10-18 കോഴ്സുകളുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. സാക്ഷാൽ ലണ്ടനിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് +2കാർക്ക് ചെയ്യാം. അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ചെയ്യാം, ഫ്ലുവൻസിയുടെ ചെയ്യാം, അതേമാതിരി തന്നെ റൈറ്റിംഗ് സ്കില്ലിന്റെ ചെയ്യാം. എത്ര കോഴ്സുകൾ ചെയ്യാം. നമ്മൾ അതിലേക്കൊന്ന് അപ്പൊ ഓൺലൈൻ ആയാൽ എന്നെ പോലുള്ള അധ്യാപകർ 6 മണിക്കൂർ നിങ്ങൾ സഹിക്കണ്ടല്ലോ. ആകെ 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ്, ബാക്കി 4 മണിക്കൂർ നിങ്ങൾക്ക് ഇന്ന് പഠിച്ചൂടെ? ഞാൻ പറയും, ഇത്ര സൗഭാഗ്യമുള്ള ഒരു കാലം, കൊറോണ ഏതായാലും പോയിക്കോട്ടെ, അത് നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ഇത്ര സൗഭാഗ്യമുള്ള ഒരു വർഷം ഇനി വരാനില്ല. ഇത്ര ഫ്രീ ആയ ഒരു വർഷം ഇനി വരാനില്ല. വരാതിരിക്കട്ടെ, നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ വന്നത് ഉപയോഗിച്ചില്ലല്ലോ. ഈ വന്നതിന് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ അധിക പേര് ഉപയോഗിച്ചില്ല. എന്നിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് കുറ്റം പറഞ്ഞു. ഈ ഓൺലൈൻ ക്ലാസ് നമുക്ക് കൊറോണ വന്നപ്പോഴാണ് തുടങ്ങിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏത് കാലം മുതൽ വിസാറ്റിലൂടെ തുടങ്ങിയിട്ടുണ്ട്.
20-25 വർഷം മുമ്പേ ഓൺലൈൻ ക്ലാസ്സസ് ലോക യൂണിവേഴ്സിറ്റീസ് മുഴുവൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് കണ്ടത് എന്നതുകൊണ്ട് നമുക്കൊരു സങ്കടം തോന്നുകയാണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒരു പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ റെക്കോർഡ് ആക്കുന്നുണ്ട് എന്നാലും വേണ്ടിയില്ല. നമുക്ക് മാർക്ക് മാത്രം വാങ്ങലാണോ നമ്മുടെ പണി? ആണോ? എന്താ ആക്കല്? രക്ഷിതാക്കൾക്ക് ബേജാറാവുണ്ടാവും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. വെറും മാർക്ക് മാത്രമായി ഒരു കുട്ടി മുന്നോട്ട് പോയാൽ ആ കുട്ടി കോഴിക്കോട്ടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താവും? മാർക്ക് മാത്രമാണ്. കാരണം മാർക്ക് മാത്രം വാങ്ങാൻ ഒരു മാർക്ക് പ്രൊഡ്യൂസിങ് മെഷീൻസ് ആയിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റരുത്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം എവിടെയാണെന്നറിയോ? നിങ്ങൾ ഫിൻലാൻഡിലാണ്. ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ നിന്ന് പറയല്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു 10-42 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫിൻലാൻഡില് ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റമാണ്. ഈ ഫിൻലാൻഡിലെ സിസ്റ്റത്തിനെ കവച്ചു വെക്കാൻ ഇന്ന് ലോകത്തിലൊരു സിസ്റ്റവുമില്ല. കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷം, 2 വർഷം മുമ്പ് ഇന്ത്യ അടക്കമുള്ള 150 രാജ്യക്കാർ, ശരിക്കും പഠിച്ചോ, 150 രാജ്യക്കാർ പെഡഗോഗിയെ കുറിച്ച്, പെഡഗോഗി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ടീച്ചിങ് മെത്തേഡ്, അതാണ് പെഡഗോഗി. അതിനെ കുറിച്ച് പഠിക്കാനും കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ടൊരു വലിയൊരു സംഘം ചേരുകയുണ്ടായി. ആ ചേർന്ന സംഘത്തില് അതിലെ റാങ്കുകൾ ഇങ്ങനെ നിശ്ചയിച്ച് എല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ട് ആ കൂടിയ വളരെ ലോകത്തിൽ എമിനന്റ് ആയ ആൾക്കാർ റാങ്ക് ഇട്ടു. ഓരോ രാജ്യത്തിനും അവരുടെ സിലബസിനും അവരുടെ പഠിപ്പിക്കുന്ന മെത്തേഡിന് റാങ്ക് ഇട്ട് അതിമനോഹരമായ ഒരു സർവേ. അതിൽ 149ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. ആകെ 150 രാജ്യം പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യനെ കളിയാക്കല്ല, നമ്മുടെ സിസ്റ്റം. ഇപ്പൊ വിനിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, PSMO കോളേജ് 4ാം റാങ്ക് കിട്ടിയ കുട്ടിനെ അവിടെ ആദരിക്കാണ്. യൂണിവേഴ്സിറ്റിയിൽ 4ാം റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് PSMO കോളേജിനാണ്. ആ കുട്ടി അവിടെ ആദരിച്ചു. ഞാൻ ആ കുട്ടിയെ കുറ്റം പറയല്ലേ, കുട്ടി നല്ല പെർഫോമൻസ് ഉള്ള കുട്ടിയാണ് പഠിത്തത്തിൽ. അത്രയും മാർക്ക് അങ്ങനെയുണ്ടല്ലേ 4ാം റാങ്ക് ഇരിക്കണം, 4th റാങ്ക്. പക്ഷെ മൈക്കിന്റെ മുമ്പിൽ ഞാൻ അവാർഡ് കൊടുത്തു, എന്നെ കൊണ്ട് അവരെ കൊടുപ്പിച്ചത്. അങ്ങനെ ആ കുട്ടി അവാർഡ് സ്വീകരിച്ച ശേഷം 2 മിനിറ്റ് ഞാൻ പറഞ്ഞ, മോളെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അങ്ങനെ ആക്കി. ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് ആകെ 1 മിനിറ്റ് പറഞ്ഞത് തന്നെ എന്താണെന്നറിയോ? എനിക്ക് പ്രസംഗിച്ചിട്ട് ശരി, ഞാൻ ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഡിഗ്രിക്ക് 4th റാങ്ക് കിട്ടിയ കുട്ടിയുടെ അവസ്ഥയായത്. നമ്മുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നമുക്കത് പറയാനൊന്നും മടിയില്ല. നമുക്ക് ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഗവൺമെന്റ് ജോലിയിൽ നിന്നിട്ട് ഇത് പറയാൻ വലിയ പ്രശ്നമാണ്. ഗവൺമെന്റ് ജോലി തന്നാലും ഇങ്ങോട്ട് വേണ്ടേ. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ഇത് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാർട്ടികളൊക്കെ പോയി DCയോട് അന്ന് ചോദിച്ചു, സാർ നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഫിസിക്സ് ആണോ അത് ഫിസിക്സിന്റെ ഹിസ്റ്ററി ആണോ? നിങ്ങൾ പഠിപ്പിക്കുന്നത് ഫിസിക്സ് ആണോ ഫിസിക്സിന്റെ ഹിസ്റ്ററി ആണോ? അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ് ഫിസിക്സ്, എന്താണ് ഫിസിക്സിന്റെ ഹിസ്റ്ററി. IIMന്റെ ഡയറക്ടർ ദബാഷസ് ചാറ്റർജിയെ സംസാരിക്കുന്നത്. IIT കഴിഞ്ഞാൽ കുട്ടികൾ പോകുന്ന സ്ഥലം IIM, അതിന്റെ ഡയറക്ടർ ദബാഷസ് ചാറ്റർജി. ആ ചാറ്റർജിയായി സംസാരിക്കുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ ഫിസിക്സ് ആണോ അതോ ഫിസിക്സിന്റെ ഹിസ്റ്ററി ആണോ എന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും ആപ്പിള് തലേക്ക് വീണ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പുതിയ പുസ്തകം ഏതാ ഇറങ്ങിയിട്ടുള്ളത്, പുതിയ ടെക്നോളജി എന്താ കണ്ടെത്തിയിട്ടുള്ള ഫിസിക്സിൽ ചോദിച്ചാല് ആർക്കും അറിയില്ല. കാരണം നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മളിങ്ങനെ കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തിക്ക് 4 കാലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക, സാറ് കളവൊന്നും പറയില്ല, മത്തിക്ക് 4 കാലുണ്ട്. എന്നാ ഒരാളൊന്ന് എഴുന്നേറ്റ് ചോദിക്കോ, മത്തിക്ക് എവിടെ 4 കാല്? അതില്ല, എഴുതന്നെ. യൂറോപ്പിലെ മുഴുവൻ പൂക്കളെ പേര് നമുക്കറിയാം. തൊട്ടപാടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്കറിയില്ല. തുമ്പപ്പൂവിന് എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്കറിയില്ല. മുക്കുറ്റിപ്പൂവിന് എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്കറിയില്ല. വേലിപ്പറത്തിപ്പൂവിന് എന്താ പറയാ, മല്ലികപ്പൂവിന് എന്താ പറയാ നമുക്കറിയില്ല. ഇതാണ് നമ്മളെ കഥ. എന്നാ യൂറോപ്പിലെ ഡഫോഡിൽസ്, മറ്റേ പൂൾ എന്നൊക്കെ പറഞ്ഞാണ് കുറെ പൂക്കളുടെ പേര് നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പൂക്കളെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്കറിയാം. അപ്പൊ എവിടെ എത്തി നമ്മുടെ പഠിത്തം? ചുറ്റുപാടിൽ നടക്കുന്നതൊന്നും അറിയാതെ ആരൊക്കെയോ അണ്ണാക്കിലേക്ക് തള്ളിത്തന്നതിനെ കാണാപ്പാടം പഠിച്ചിട്ട് അതിലേക്ക് വരട്ടോ. എങ്ങനെ A+ എടുക്കണമെന്ന് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ A+ എതിരെ പറയാമെന്ന് മാത്രം. ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോകല്ലേ. പക്ഷെ 1ാം സ്ഥാനം കിട്ടി. ഏത് സ്കൂളിലെന്നറിയോ? ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിന് നമ്പർ 1 ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ 1ാം സ്ഥാനം. എല്ലാവരും കൂടി ആ പട്ടം കൊടുക്കുമ്പോ കുറെ കാലത്ത് ഫിൻലാൻഡിന്റെ കയ്യിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ 2-3 പ്രത്യേകത പറയട്ടെ. 1, 7 വയസ്സ് വരെ എഴുതാനേ പാടില്ല. അതാണ് 1ാമത്തെ സിസ്റ്റം. 7 വയസ്സ് വരെ ഒരക്ഷരം പോലും എഴുതാൻ പാടില്ല. കാരണം എഴുത്തും കുട്ടിയുടെ ബുദ്ധിയും തമ്മിൽ, കയ്യും ബുദ്ധിയും തമ്മിൽ കണക്ഷൻ ആക്കുന്നത് 6 വയസ്സിന് ശേഷമാണ്. അത് ഉറക്കാതെ എഴുതിപ്പിക്കരുതെന്ന് നമ്മളെ കൊണ്ട് ചെറുപ്പത്തിലെ ഉമ്മയും ടീച്ചറും കുറെ മാഡംസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക്
അവരൊക്കെ എഴുതിപ്പിച്ച് നമ്മളെങ്ങനെ മന്ദബുദ്ധികളാക്കി. അതിനെതിരെ ഞാൻ പറയല്ല, ചിലപ്പോ ഇനി LKG UKG ഒക്കെ നടക്കേണ്ടി വരും. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് ഇതിവിടെ വരും. കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ LKG UKG ഒന്നും സർക്കാർ വലിയ അത് വെറുതെ ഇങ്ങനെ കുട്ടികൾ പോകണ്ടെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. സർക്കാർ തലത്തിൽ 6 വയസ്സിലെ സ്കൂളിൽ കയറാൻ പാടുള്ളൂ എന്നാണ് ഇടതും വലതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സിവിൽ സർവീസ് ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ ആണ്. ഒന്നാമത്തെ പ്രത്യേകത അത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അതാണ് ഏറ്റവും രസമുള്ള പ്രത്യേകത. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല രസം തോന്നും. 10ാം ക്ലാസ് വരെ പരീക്ഷയേ ഇല്ല. ഫിൻലാൻഡിന്റെ സിസ്റ്റർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ആഹാ, പരീക്ഷ ഇല്ല എങ്കിൽ അനകുഴമ്പനാകൂല എന്ന് നിങ്ങൾ ധാരണ. പഠിത്തത്തിലേക്കാകെ ബാക്കിലായി പോകുന്നല്ലേ. സത്യത്തിൽ ലോകത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, നിങ്ങൾ നെറ്റടിച്ചു നോക്കിക്കോ, ലോകത്തിൽ ഏറ്റവും സമാധാന ഗുണം കഴിയുന്ന ആൾക്കാരും ഫിൻലാൻഡിലാണ്. ഏറ്റവും കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യം ഫിൻലാൻഡാണ്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനൊരു കാരണമാണ്. പല കാരണങ്ങളുണ്ട്, ശ്രദ്ധിച്ചോ. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ പരീക്ഷ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സാറന്മാര് വിചാരിക്കണ്ട, പഠിച്ചവനെ മാർക്ക് കൂട്ടാനല്ലോ നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നത് നേരെ അഗേൻസ്റ്റാണല്ലോ എന്ന് വിചാരിക്കണ്ടോ. ഇതിലേക്കാൻ വരാം, പേടിക്കണ്ട. ഞാൻ പറയുന്നത് ബിയോണ്ട് ദ സിലബസ്. നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് ചിന്തിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ 10ാം ക്ലാസ് വരെ പരീക്ഷ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിച്ച കുട്ടികളെ കഴിവ് കുറയുന്ന അല്ല. ആ കുട്ടികൾക്ക് സ്പിരിച്വൽ, സോഷ്യൽ, അതേപോലെ തന്നെ മെന്റൽ, ഇന്റലക്ച്വൽ, ഫിസിക്കൽ, ഈ കഴിവുകൾ മൊത്തം കൊടുക്കുക. മാർക്ക് മാത്രമല്ല കൊടുക്കുന്നത്. പരീക്ഷ വന്ന മാർക്ക് മാത്രം കൊടുക്കലാവും. ഇതിൽ എത്രയോ കുട്ടികൾ നല്ല പാടേണ്ട കുട്ടികളായിരുന്നു. എല്ലാവരും A+ പറഞ്ഞപ്പോ പാട്ടവിടെ നിന്നു. ഇതിൽ എത്രയോ കുട്ടികൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടികളായിരുന്നു. മാർക്ക് മാത്രം ഫോക്കസ് ചെയ്തപ്പോ അതെന്തായി, അവിടെ നിന്ന്. ഇതിൽ എത്രയോ കുട്ടികൾ നല്ല പ്രസംഗകരാകുന്ന ആളുകളായിരുന്നു. പക്ഷേ മാർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ആ ശക്തി ഉണ്ടെന്ന കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം പുറത്തെ രാജ്യങ്ങളിലുള്ള സിസ്റ്റം മാർക്കിന്റെ കൂടെ, അവർ മാർക്കിലൊന്നും പിന്നിലൊന്നുമല്ല, പിന്നീട് വരുമ്പോ +2-ലും അല്ലെങ്കിൽ അവിടെ PUC-യിലും ഡിഗ്രിക്കൊക്കെ മാർക്ക് നന്നായിട്ട് വാങ്ങും. പക്ഷെ വാങ്ങുന്നതോടൊപ്പം അവർ പ്രതിഭകളായ മക്കളായി. ആ പ്രതിപാദനത്വത്തിലേക്ക് ചിലരൊക്കെ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, മലയാളികൾ എവിടെ എത്തി? ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് എത്തിയിട്ടുള്ള മലയാളികളൊക്കെ കണക്കനുസരിച്ച് ഇന്ത്യക്ക് പുറത്തു പഠിച്ചവരാണ്.